നമസ്കാരം. വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന SSLC എക്സാമിന് വരാൻ സാധ്യതകളുള്ള പാഠങ്ങളിലെ ഏതൊക്കെയാണ് ഏറ്റവും പ്രത്യേകതയോട് കൂടി നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാ പാഠങ്ങളെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഏതാണ് പഠിച്ചു പോകേണ്ടത്, നോക്കേണ്ടത്, ഈ 2 ദിവസങ്ങളിൽ നോക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും അധികം പ്രത്യേകതയുള്ളത്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് മീഡിയം കാണാനുള്ളതാണ്, അഥവാ മധ്യമം കാണാനുള്ളതാണ്. അത് 2 തരമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ. അതൊന്ന് ഈവൺ അല്ലെങ്കിൽ ഓഡ്, അല്ലെങ്കിൽ ഇരട്ടസംഖ്യ നമുക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റസംഖ്യ. മിക്കവാറും അത് ഒറ്റസംഖ്യ ആയിരിക്കും. കാരണം ഒറ്റസംഖ്യ വരാനാണ് സാധ്യത. കാരണം ഇരട്ടസംഖ്യ വരാനാണ് സാധ്യത, ഈവൻ നമ്പർ വരാനാണ് സാധ്യത. കാരണം കൂടുതൽ കാൽക്കുലേഷൻ ഉൾപ്പെടുന്നത് ഈവൻ ആയതുകൊണ്ട് അതായിരിക്കും സാധ്യത. ചിലപ്പോൾ കുറച്ച് മാർക്കിന്റെ ആണെങ്കിൽ അത് ഈവൻ ഓടാവാനും അഥവാ ഒറ്റസംഖ്യ ആവാനും സാധ്യതയുണ്ട്. രണ്ടാമത് ഞാൻ പറയുന്നത് ഒരു ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു രേഖയുടെ സമവാക്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിച്ചിരിക്കണം. സർക്കിളിന്റെ അഥവാ വൃത്തത്തിന്റെ സമവാക്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് പഠിക്കാതെ പോകരുത്. സ്ലോപ്പ് എങ്ങനെയാണ് ഒരു രേഖയുടെ അല്ലെങ്കിൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആ ഫോർമുലയാണ്. ഈ ഫോർമുലകൾ 3 ഒരെണ്ണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ട്രിഗണോമെട്രി. ഉറപ്പായിട്ടും ഒരു 5-6 മാർക്കിന് ട്രിഗണോമെട്രിയിൽ ചോദിക്കും. അത് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മലകൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഒരു മലയും ഒരു ബിൽഡിങ്ങും തമ്മിലുള്ള ദൂരം കണക്കാക്കി അതിന്റെ നിലത്തുള്ള ദൂരമോ ഉറപ്പായിട്ടും അത് വരും. അത് നോക്കാതെ പോകരുത്. അത് ടാൻ വെച്ചിട്ടായിരിക്കും എല്ലായ്പ്പോഴും വരാൻ സാധ്യതയുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അടുത്തത് സോളിഡ്സ്. സോളിഡ്സിന്റെ എല്ലാ സമവാക്യങ്ങളും പ്രത്യേകതകളും പഠിച്ചിരിക്കണം. പക്ഷെ അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വോളിയം കണക്കാക്കുക, വ്യാപ്തം കണക്കാക്കുക എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ കണക്കാക്കുന്നത്, അഥവാ അനുപാതം, അംശബന്ധം കണക്കാക്കുന്നതും അനുപാതം കണക്കാക്കുന്നതുമായിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് മറ്റൊന്നും ഉണ്ടാക്കുന്ന ചോദ്യവും ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നോക്കാതെ നാളെ പരീക്ഷയ്ക്ക് പോകരുത്. പിന്നെ സർക്കിൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സർക്കിൾസ് ടാൻജന്റും കൂടിയതാണ്, 2 പടത്തെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് സെൻട്രൽ ആംഗിളുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കേന്ദ്രകോൺ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതും, അതേപോലെ ചക്രീയ ചതുർഭുജവുമായി ബന്ധപ്പെട്ടതും ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ടാൻജൻസും അതോടൊപ്പം പരിഗണിക്കാമെങ്കിലും കൂടുതൽ പ്രാധാന്യം ഇതിന് നൽകണം. ടാൻജന്റിന്റെ സെൻട്രൽ ആംഗിൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസിൽ സമ്മ് കാണാനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സമ്മ് കാണാനുള്ള സമവാക്യങ്ങളും നിങ്ങൾ നോക്കി വെക്കണം. ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. ഇത് നോക്കാതെ പോകരുത്. ഇത്രയും കാര്യങ്ങൾ, ഇതിന്റെ ബേസിക് ആശയങ്ങൾ നിങ്ങൾ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് എന്തായാലും 80-ൽ ഒരു 60 മാർക്ക് ഞാൻ ഇതിൽ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.